ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ജിമ്മിൽ പോകാൻ റെഡി ആയപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഡെലിവറിക്ക് ശേഷം കുട്ടമക്രി പോലെ ആയി കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങിയത്. പക്ഷേ ആ തീരുമാനം ഏറ്റവും നല്ല തീരുമാനമായിട്ട് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് ജിമ്മിൽ പോകേണ്ടതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ ഡെലിവറിയൊക്കെ കഴിയുമ്പോൾ സ്ത്രീകളുടെ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും എല്ലാം ഡൗൺ ആവും. അപ്പം നമ്മളതൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ ഒരു മീ ടൈം കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഒരു 1 hour നമുക്ക് വേണ്ടി മാറ്റി വെക്കാം. ജിമ്മിൽ പോകാൻ ആഗ്രഹിച്ചിട്ടും പോകണോ വേണ്ടയോ എന്ന് ആലോചിച്ചിരിക്കുന്നവരാണെങ്കിൽ ഇപ്പം തീരുമാനിച്ചു, ഞാൻ നാളെ ജിമ്മിൽ പോകും എന്നങ്ങ് തീരുമാനിക്കുക. നാളെ രാവിലെ പോവുക, അത്രേ ഉള്ളൂ. ഞാനങ്ങനെയായിരുന്നു കേട്ടോ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര പ്രോ ഡ്രൈവറാണ്. അല്ല, ഇത് ജിമ്മിൽ പോകുമ്പോൾ നടക്കുന്ന ഒരു പ്രതിഭാസം മാത്രമാണ്. എൻ്റെ ലൈസൻസ് എടുത്ത് പൂത്തു പോകുമ്പടി എന്നെൻ്റെ ഭർത്താവ് ഉപദേശിക്കുന്നത് കൊണ്ട് മാത്രം ജിമ്മിൽ പോകുമ്പോൾ ഞാൻ വണ്ടി ഓടിക്കും. എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ 12 വർഷമായിട്ട് ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. സ്ഥിരമായിട്ടല്ല, സാഹചര്യം ഒക്കുമ്പോഴെല്ലാം പോകും, വർക്കൗട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ജിമ്മിൽ പോകുന്ന കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. ഒരു തീരുമാനം എടുക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. നാളെ തൊട്ട് ഞാനും ജിമ്മിൽ വരുന്നുണ്ട് എന്ന്. ഞാൻ ആ തീരുമാനം എടുത്തു. അപ്പോൾ എന്നെ ഹസ്ബൻഡ് മോട്ടിവേറ്റ് ചെയ്തു, സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ പോകാൻ തുടങ്ങി. പക്ഷേ എല്ലാവർക്കും ആ സാഹചര്യമായിരിക്കത്തില്ല. ജിമ്മെന്ന് പറയുന്നത് ഒരു വലിയ സംഭവമായിട്ടൊക്കെ കാണുന്ന ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങളുടെ കാര്യം നിങ്ങളെ സ്നേഹിച്ച് തുടങ്ങുക. നമുക്ക് പൊതുവെ ഉണ്ടാകുന്ന യൂറിനറി ഇൻഫെക്ഷൻ, പിന്നെ 30+ കഴിയുമ്പോൾ ഉണ്ടാകുന്ന കാൽഷ്യം ഡെഫിഷ്യൻസി, മുട്ടുവേദന, നടുവേദന, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ കുറവുണ്ടാകും. കാരണം നമ്മൾ ജിമ്മിൽ പോയി തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നമ്മുടെ ഫുഡ് ശ്രദ്ധിക്കും. നമ്മൾ വെള്ളം 1 to 2 liters വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കാൻ ശ്രദ്ധിക്കും. പ്രോട്ടീൻ, കാൽസ്യം, വൈറ്റമിൻസ് ഇതെല്ലാം നമ്മൾ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. ഡയറ്റ് നമ്മൾ കോൺഷ്യസ് ആവും. ഒരു 1 month ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ അതൊക്കെ റിഫ്ലക്റ്റ് ആവാൻ തുടങ്ങും. നമ്മുടെ സ്കിന്നൊക്കെ കുറച്ച് ഗ്ലോ ആവാൻ തുടങ്ങും. നമ്മുടെ ഫിസിക്കൽ ഹെൽത്തൊക്കെ ഇമ്പ്രൂവ് ആവുന്നത് നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങും. നമ്മൾ വെയിറ്റ് ട്രെയിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബോഡി നല്ല സ്ട്രോങ് ആവും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വെയിറ്റ് ഒക്കെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. മുമ്പ് നമ്മൾ കഷ്ടപ്പെട്ട് പൊക്കിയതൊക്കെ നമുക്ക് പുട്ട് പോലെ എടുത്ത് പൊക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നല്ല കോൺഫിഡൻസ് ഫീൽ ചെയ്യും. പിന്നൊരു കാര്യം, നമ്മൾ വെയിറ്റ് ട്രെയിൻ ചെയ്യുമ്പോൾ ഈഗോ പാടില്ല കേട്ടോ. നമുക്ക് പറ്റുന്ന വെയിറ്റിട്ട് ചെയ്താൽ മതി. നമ്മുടെ പാർട്ട്ണർക്ക് പറ്റുന്ന വെയിറ്റിട്ട് നമ്മൾ ചെയ്യരുത് കേട്ടോ. അങ്ങനെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പം പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ എൻ്റെ ഹസ്ബൻഡിന് സന്തോഷമുള്ളൊരു വാർത്ത. മറ്റൊന്നിനെ കുറിച്ചല്ല, നമ്മുടെ സ്വന്തം പ്രോട്ടീൻ പൗഡറിനെ കുറിച്ച്. ഹസ്ബൻഡ് 12 വർഷമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നു. ആദ്യമായിട്ട് ഇങ്ങനൊരു പരസ്യം കാണണം. ഹസ്ബൻഡിന് മാത്രമല്ല, ഒരുവിധപ്പെട്ട ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആണുങ്ങൾക്കെല്ലാം സന്തോഷിക്കാനുള്ളൊരു വാർത്ത തന്നെയായത്. കാരണം ഇത്രയും നാളും ഈ പ്രോട്ടീൻ പൗഡർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വൃത്തികെട്ടൊരു സാധനമായിട്ടാണ് ഈ നാട്ടുകാരൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അത് കുടിച്ചാൽ ഹാർട്ട് അറ്റാക്ക് വരും, അല്ലെങ്കിൽ അത് കുടിച്ചാൽ ചത്തു പോകുമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരായിരുന്നു. എന്തായാലും മലയാള മനോരമയ്ക്കെങ്കിലും തോന്നിയല്ലോ അതിന് സത്യാവസ്ഥയൊന്ന് വിളിച്ചു പറയാൻ. എന്തുപയോഗിച്ചാലും നമ്മൾ റെസ്പോൺസിബിളായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതിലല്ലേ കാര്യം. വർക്കൗട്ട് ചെയ്യാത്ത ഒരാൾ വെറുതെ ഇത് കഴിക്കുന്നത് നല്ലതല്ല. പക്ഷെ വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾ ഇത് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ യാതൊരു പ്രശ്നമില്ല. പക്ഷെ പണ്ടൊക്കെയുള്ള ആൾക്കാർ ഇന്നത്തെ കാലത്തെ ലേസും കുർക്കുറയും ബിങ്കും ഒക്കെ അംഗീകരിച്ചാലും ഈ പ്രോട്ടീൻ പൗഡർ അംഗീകരിക്കില്ല. അവർക്ക് ഇതിനൊരു വെറുക്കപ്പെട്ട കനിയായിട്ട് ഇപ്പോഴും കാണണേ. വാർത്ത കണ്ട സ്ഥിതിക്ക് ഞാനും ഒരു സ്കൂപ്പ് കുടിക്കാമെന്ന് വിചാരിച്ചു. വീട്ടിൽ മാതാപിതാക്കളോട് വഴക്കുണ്ടാക്കി പ്രോട്ടീൻ പൗഡർ കുടിക്കുന്ന മക്കളുണ്ടെങ്കിൽ കഴിഞ്ഞ മാസം 30-ാം തീയതി പത്രം ഒന്ന് കാണിച്ചോളൂ കേട്ടോ. മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിലുണ്ട്. കാലമൊക്കെ മാറി, ചിന്താഗതി മാറിയെന്ന് അവരെ ഒന്ന് കാണിച്ചോളൂ. ജിമ്മിൽ പോകാൻ ആഗ്രഹിച്ചിട്ടും മടിച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യത്തെ ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് അതങ്ങ് എടുക്കുക. എന്നിട്ട് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്യുക. ബൈ.